നമസ്കാരം. നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് മ്യൂച്വൽ ഫണ്ടിൻ്റെ റിട്ടേൺ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ വീഡിയോ ഒരു കാരണവശാലും ഏതെങ്കിലും ഫണ്ട് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയല്ല. കാരണം ഇന്ത്യയിൽ ഓൾമോസ്റ്റ് 8,000ഓളം ഫണ്ടുകൾ ഇപ്പോൾ ആയിട്ടുണ്ട്. ഓരോ ഫണ്ടുകളുടെയും പെർഫോമൻസും ഉദ്ദേശവും ഒക്കെ തന്നെയും ഓരോ ടൈപ്പാണ്. നമ്മുടെ ഗോൾ എന്താണോ അതനുസരിച്ച് മാത്രം വേണം നമ്മൾ ഫണ്ടുകൾ സെലക്ട് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി പറയുന്നു, ഡിസ്ക്ലെയിമർ ആയിട്ട് തന്നെ പറയുന്നു, ഇതൊരിക്കലും ഫണ്ട് റെക്കമെൻഡേഷൻ അല്ല. എഡ്യൂക്കേഷൻ പർപ്പസ് എന്ന നിലയിൽ മാത്രമാണ് ഈ ചാനലിലെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. NFO റിലീസ് ചെയ്യുമ്പോൾ, ന്യൂ ഫണ്ട് ഓഫർ റിലീസ് ചെയ്യുമ്പോൾ ഏതൊരു ഫണ്ടിൻ്റെയും യൂണിറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 10 rupees ആയിരിക്കും. അതിനെ NAV എന്ന് വിളിക്കാം. NAV = 10 rupees എന്നുള്ളതായിരിക്കും. നമ്മളൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാറുള്ള ഡോക്യുമെൻറ്റിൽ നോക്കി കാണാൻ പറ്റും. NAVയുടെ പ്രൈസ് 10 rupees ആയിരിക്കും. അത് ഗ്രാജുവലി വളർന്നിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, റിട്ടേൺസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഹ്യൂജ് റിട്ടേൺസ് ആയിട്ട് അത് മാറുന്നത്. നമ്മുടെ NAVയുടെ റേറ്റ് പ്രൈസ് കൂടുന്നതനുസരിച്ചിട്ട് നമ്മുടെ റിട്ടേണും കൂടും എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ പല ആളുകളോടും പറയാറുണ്ട്, നമ്മളിങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇത്ര കിട്ടും, അല്ലെങ്കിൽ ഇതായിരുന്നു പാസ്റ്റ് ഹിസ്റ്ററി എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ആളുകൾ പലപ്പോഴും ഇത് കൃത്യമായിട്ട് ഇത് ശരിയാണോ, ഇനി കിട്ടുമോ, അല്ലെങ്കിൽ ഇത് പണ്ട് കിട്ടിയാലേ ഇനി അങ്ങോട്ട് കിട്ടുമോ, അങ്ങനെയുള്ള ഡൗട്ട്സുകൾ എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് പല ഫണ്ടിൻ്റെയും NAV പരിശോധിക്കുമ്പോൾ 10 രൂപയ്ക്ക് വാങ്ങിച്ച പല ഫണ്ടിനും ഇന്ന് റേറ്റ് 1000ഉം 2000ഉം ഒക്കെയാണ് ഇന്ന് യൂണിറ്റ് പ്രൈസ് ഉള്ളത്. അതായത് NAV ഉള്ളത് 2000 രൂപയിലാണ്. അപ്പോൾ അങ്ങനെയുള്ള വളരെ ഒരുപാട് ഫണ്ട്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഒരു ഫണ്ടിൻ്റെ പെർഫോമൻസ് നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോ ഒരു കാരണവശാലും ഏതെങ്കിലും ഫണ്ട് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയല്ല. കാരണം ഇന്ത്യയിൽ ഓൾമോസ്റ്റ് 8,000ഓളം ഫണ്ടുകൾ ഇപ്പോൾ ആയിട്ടുണ്ട്. ഓരോ ഫണ്ടുകളുടെയും പെർഫോമൻസും ഉദ്ദേശവും ഒക്കെ തന്നെയും ഓരോ ടൈപ്പാണ്. നമ്മുടെ ഗോൾ എന്താണോ അതനുസരിച്ച് മാത്രം വേണം നമ്മൾ ഫണ്ടുകൾ സെലക്ട് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി പറയുന്നു, ഡിസ്ക്ലെയിമർ ആയിട്ട് തന്നെ പറയുന്നു, ഇതൊരിക്കലും ഫണ്ട് റെക്കമെൻഡേഷൻ അല്ല. എഡ്യൂക്കേഷൻ പർപ്പസ് എന്ന നിലയിൽ മാത്രമാണ് ഈ ചാനലിലെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമുക്ക് HDFCയുടെ ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടിൻ്റെ കഴിഞ്ഞ കുറേ വർഷത്തെ ഒരു യാത്ര നോക്കാം. കഴിഞ്ഞ 30 വർഷങ്ങൾക്ക് മുമ്പാണ് HDFCയുടെ ഫ്ലെക്സി ക്യാപ്പ് ലോഞ്ച് ചെയ്തത്. 1995 ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട് ലോഞ്ച് ചെയ്തത്. January 1 ലോഞ്ച് ഡേറ്റ്. അതിൻ്റെ ഫണ്ട് മാനേജറായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ധ്രുവ് മുച്ചാൽ എന്ന് പറയുന്ന ഫണ്ട് മാനേജറും റോഷി ജെയിനും ചേർന്നിട്ടാണ് HDFCയുടെ ഫണ്ട് മാനേജ്മെൻറ്റ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ അന്നത്തെ കാലത്ത് NAV 10 rupeesലായിരിക്കും NFO റിലീസായ സമയത്ത് അതിൻ്റെ NAV പ്രൈസ് ഉണ്ടാവുക. ഇന്ന് ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടിൻ്റെ വാല്യൂ നിങ്ങൾക്ക് അറിയുമോ എന്നറിയില്ല. അത് 1975 rupees ആണ് ഒരു യൂണിറ്റിൻ്റെ പ്രൈസ്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ഏകദേശം 1 ലക്ഷം രൂപ അന്ന് HDFC ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടിൽ ഒരു ലംസമായിട്ട് നിക്ഷേപിച്ചിരുന്നെങ്കിൽ 1995 നിങ്ങളോ നിങ്ങളുടെ പേരൻസോ ഒക്കെ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പം നമുക്ക് അതിൻ്റെ ഒരു ബേസിക് പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു HDFCയുടെ യാത്ര എന്നുകൂടി നിർബന്ധമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ 10 രൂപയിൽ 1995 10 rupeesൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള HDFC ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട് ഇന്ന് 1975 rupees ആണ് അതിൻ്റെ NAV കാണിക്കുന്നത്. NAV റുപ്പീസ് 1975.062 ആണ് ഇന്നത്തെ അതിൻ്റെ റേറ്റ് ഉള്ളത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ഈ സ്കീം ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടിലുള്ള പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ഹൈലി ക്വാളിറ്റിയുള്ള നല്ലൊരു ഫണ്ടായിരുന്നു. ബെഞ്ച് മാർക്കൊക്കെ എപ്പോഴും ബീറ്റ് ചെയ്ത് മുമ്പോട്ട് പോയിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷത്തേക്ക് റിട്ടേൺ നോക്കുമ്പോൾ HDFCയുടെ ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട് കൊടുത്തിട്ടുള്ള റിട്ടേൺ 29.61% ആണ് കേട്ടോ. അതായത് 5 വർഷം മുമ്പ് 2020 ഇൻവെസ്റ്റ് ചെയ്തായിരുന്നു നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 29% റിട്ടേൺ കിട്ടിയിരിക്കും. നിങ്ങൾ 3 year മുമ്പ് ഇൻവെസ്റ്റ് ചെയ്ത ആളാണെങ്കിൽ, അതായത് 22 ഇൻവെസ്റ്റ് ചെയ്തായിരുന്നെങ്കിലും നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 25% ആണ്. നിങ്ങൾ 1 year മുമ്പ് തുടങ്ങിയിട്ടേ ഉള്ളെങ്കിൽ നിങ്ങളുടെ പെർസെൻറ്റേജ് 7% ആയിരിക്കും നിങ്ങൾക്കുള്ള ഗ്രോത്ത്. അങ്ങനെ അത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പീരീഡ് അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിട്ടേൺ നമുക്ക് ലഭിക്കുക. ആൽഫ എന്ന് പറഞ്ഞാൽ ഏറ്റവും ടെക്നിക്കലി ഏറ്റവും റിസ്ക് മെഷേഴ്സിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. 7.9% ആണ് ആൽഫ റേറ്റ്. ഏറ്റവും നല്ല പെർഫോമൻസ് ആണ്. അതുപോലെ ബീറ്റ 0.82 ആണ്. അത് നിർബന്ധമായിട്ടും 1% താഴെ നിൽക്കേണ്ടതാണ്. 1ൽ താഴെ ആയിരിക്കണം ബീറ്റ. അതും നല്ല വാല്യൂ ആണ് കാണിക്കുന്നത്. ടോപ്പ് 3 സെക്ടേഴ്സ് ഫിനാൻഷ്യൽ, ഓട്ടോമൊബൈൽ, ഹെൽത്ത് സെൻറ്റർ എന്നിവയാണ്. ഡെപ്റ്റിൽ 87%ഉം ഇക്വിറ്റിയിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഡെപ്റ്റിൽ 0.66% ആണ് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിരിക്കുന്നത്. എക്സ്പെൻസ് റേഷ്യോ 0.72% ആണ്. എക്സിറ്റ് ലോഡ് 1% ആണ്. അങ്ങനെയാണ് HDFCയുടെ ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടിൻ്റെ ഒരു മുഴുവനായിട്ടുള്ള
അല്ലെങ്കിൽ ഏകദേശം ഒരു കൺസെപ്റ്റ് പോയിരിക്കുന്നത് അങ്ങനെയാണ്. ഇനിയിപ്പോൾ HDFCയുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്ലെക്സി ക്യാപ് ഫണ്ടിൻ്റെ NAV 10 rupees ആയിരുന്നു. ഇന്നത് 1975 rupeesലെത്തി നിൽക്കുകയാണ്. അതായത് നമ്മൾ ഒരു 1 ലക്ഷം രൂപയാണ് നമ്മുടെ പേരൻസോ അല്ലെങ്കിൽ നമ്മളോ അന്ന് ഇൻവെസ്റ്റ് ചെയ്തിരുന്നതെങ്കിൽ അന്ന് നമുക്ക് കിട്ടുന്ന യൂണിറ്റ്സ് എത്രയായിരിക്കും? 1 lakh divided by 10. കാരണം 10 ആണ് NAV റേറ്റ്. ഈസ് ഈക്വൽ ടു 10,000 യൂണിറ്റ്സ് നമുക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടിയിട്ടുണ്ടാവും. 1995 നമുക്ക് HDFC ഫണ്ടിൽ 1 lakh rupees ഇൻവെസ്റ്റ് ചെയ്തായിരുന്നെങ്കിൽ അതിൽ 10,000 യൂണിറ്റ്സ് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ അതിൻ്റെ NAV ഉള്ളത് 1975 അങ്ങനെയാണെങ്കിൽ ഇന്ന് 1 ലക്ഷം രൂപ വളർന്നിട്ട് ഏകദേശം 2 കോടിക്ക് അടുത്തെത്തിയിട്ടുണ്ടാവും. അതായത് ഇന്ന് നോക്കുമ്പോൾ 1,97,50,000 ആയിട്ട് നമ്മുടെ മൂല്യം വളർന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത്ര ഫാസ്റ്റായിട്ട്, അതായത് കഴിഞ്ഞ 30 വർഷങ്ങൾക്കുള്ളിൽ ഇത്രയും അധികം ഹ്യൂജ് റിട്ടേൺ നമുക്ക് സങ്കല്പിക്കുന്നതിനും അപ്പുറത്തേക്ക് ഏതെങ്കിലുമൊക്കെ പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മ്യൂച്വൽ ഫണ്ട് തന്നെയാണ്. അതിൻ്റെ ഒരു ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ. ഒരിക്കലും HDFC ഫ്ലെക്സി ക്യാപിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നല്ല, ഇതേപോലെ അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ റിട്ടേൺ തന്നിട്ടുള്ള ഒരുപാട് ഫണ്ടുകൾ അവൈലബിൾ ആണ്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി കാണിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളതാണ് ഈ വീഡിയോ ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിൻ്റെ പുറത്തും നിങ്ങൾക്കൊരു ബോധ്യമുണ്ടാവാൻ വേണ്ടി മാത്രം ചെയ്ത വീഡിയോ ആണ്. ഇൻവെസ്റ്റ്മെൻറ്റും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി നിങ്ങൾക്ക് താഴെയുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.